അള്ളാഹുവിനെ നിഷേധിച്ച ജനതയോട്, പടച്ചവനെ വെല്ലുവിളിച്ച നമ്രൂദിന്റെ പരിവാരങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച്, ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ രംഗമുണ്ട്. ഇബ്രാഹിം, ഓ നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ. ആരോടാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ പറയേണ്ടത്? കഅബാലയത്തിന് ചുറ്റും സ്ഥാപിക്കപ്പെട്ട കരിങ്കൽ വിഗ്രഹങ്ങൾക്ക് ദൈവത്തെ സ്ഥാപിച്ചു കൊടുത്ത മക്ക കുഫാറുകളോട്, അവിശ്വാസികളോട്, ദൈവനിഷേധികളോട് ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? ഇത് കാലലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ. ഇബ്രാഹിം നബി തന്റെ പിതാവിനോടും തന്റെ ഖൗമിനോടും തന്റെ സമൂഹത്തോടും ചോദിച്ചു, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? പിതാവിനോടാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം സ്നേഹത്തിൽ ചാലിച്ച ഒരു ചോദ്യമാണ്. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പ്രിയപ്പെട്ട ഉപ്പ, കേൾവിയില്ലാത്ത, സംസാര ശക്തിയില്ലാത്ത കരിങ്കൽ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് കടപ്പാടിന്റെ സ്നേഹത്തിൽ ചാലിച്ച ചോദ്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അപ്പോഴാണ് അവർ പറഞ്ഞത്, കാലു വജദിനാ ആബാഅനാ കദാലിക യഫ്അലൂൻ. നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ പിതാമഹന്മാര് മുഴുവനും ഇവരെയാണ് ആരാധിച്ചത്. പ്രതിചോദ്യം ഉയർന്നു, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ. നിങ്ങൾ വിളിച്ചാൽ ഇവർ വിളി കേൾക്കുമോ? നിങ്ങളുടെ സങ്കടങ്ങളിൽ ഇവർ സഹായികളാകുമോ? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടുമോ? നിങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന കാതുകൾ അവർക്കുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ ഉത്തരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞ ഇബ്രാഹിം നബിയോട് പറഞ്ഞ മറുപടി, കാലാകാലങ്ങളായി ഞങ്ങൾ കണ്ടുപരിചയിച്ച് ഇതൊക്കെയായി തന്നത് കൊണ്ട് അതിന്റെ പുറകെ ഞങ്ങൾ ഒരു ഗതാനുഗതികത്വം പോലെ പോവുകയാണ്. മലയാളത്തിലെ പ്രയോഗമുണ്ട്, ഗതാനുഗതികത്വം. മുമ്പേ പോകുന്ന പശുവിന്റെ പുറകെ കിടാക്കളെല്ലാം പോകുന്നത് പോലെ മുമ്പേ ഗമിക്കും ഗോവു തന്റെ പുറകെ നടക്കും കിടാക്കളെല്ലാം. തള്ളപ്പശു മുമ്പിൽ പോകും, ബാക്കിയുള്ള കിടാങ്ങളെങ്കിലും തള്ളപ്പശു എതിരെ പോയി അതിന്റെ പുറകെ പോകുന്ന ഒരു ഗതാനുഗതികത്വമുണ്ട്. അതേപോലെ നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ പിതാമഹന്മാര് മുഴുവനും ഇതിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്തത്, ഇതിന്റെ മുമ്പിലാണ് പ്രണമിച്ചത്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഖാല അഫറഅയ്തും മാ തഅബുദൂൻ അൻതും വആബാഉകും ലഖദമൂൻ ഫഇന്നഹും അദുവ്വൻ ലി ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇന്നഹും അദുവ്വൻ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും സിട്ടാവായ അല്ലാഹുവിന്റെ ശത്രുക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ അറിയില്ലേ എന്ന് ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ചെങ്കോലുമായി ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും പേടിച്ച് കണ്ണുരട്ടിയ ആധുനിക ട്രംപിനെ പോലെ മാനസിക വിഭ്രാന്തിയിൽ അധികാര ദുർമോഹത്തിന്റെ അധികാരമായി പോയ സാക്ഷാൽ ട്രംപിനെ പോലെ ട്രംപിന്റെ പൂർവികൻ നമ്രൂദ് എല്ലാവരോടും ഞാൻ നിങ്ങളെ കൊല്ലും, ഞാൻ നിങ്ങൾക്ക് ജീവിതം നൽകുമെന്നൊക്കെ വിചിത്രവാദവുമായി മാനസിക വിഭ്രാന്തിയിൽ പോകുന്ന ആധുനിക ട്രംപിനെ പോലെ ട്രംപിന്റെ പൂർവികനാണ് നമ്രൂദ്. നമ്രൂദ് പറഞ്ഞതാണ്, ഞാൻ ചിലപ്പോൾ ചിലർക്ക് ജീവൻ കൊടുക്കും, ചിലരെ ഞാൻ മരിപ്പിക്കും. ഞാൻ എന്റെ ദാസവേല ചെയ്യുന്നവർക്ക് ജീവിക്കാൻ അധികാരമുള്ളൂ, ഞാൻ വധശിക്ഷ വിധിക്കുന്നവന് പിന്നെ ജീവിക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞ പുരാതന ചെങ്കോലും കിരീടവും സിംഹാസനത്തിൽ ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും അഹങ്കാരത്തിൽ നിന്ന് മുഴുവൻ ആളുകളും നമ്രൂദിന്റെയും ഫിറഔനിന്റെയും കാറൂനിന്റെയും ഹാമാനിന്റെയും തായ്വടികളിലൂടെ നടന്നു വന്നവരാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഡൊണാൾഡ് ട്രംപും ഒക്കെ. നമ്രൂദാണ് പറഞ്ഞത്, ഞാൻ ജീവിക്കാൻ പറഞ്ഞവനെ ജീവിക്കാം, ഞാൻ മരിക്കണമെന്ന് പറഞ്ഞവന് മരിക്കാം. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മറുപടി ഉണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചോളം മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ ഈ കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിലല്ല, ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ എന്റെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന എന്റെ അല്ലാഹുവിനെ നിങ്ങൾക്കറിയുമോ? ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്. ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അല്ലാഹുവിനെ നാം എത്രത്തോളം പരിചയപ്പെടുത്തുന്നുണ്ട്, തൗഹീദിനെ നമ്മൾ എത്രത്തോളം പറയുന്നുണ്ട്, സിട്ടാവായ റബ്ബിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവരുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു,
പറയുന്ന മനോഹരമായ ഒരു പിക്ചറൈസേഷൻ സൂറത്ത് ശുറായിൽ കാണാം. അവരോട് റബ്ബിനെ കുറിച്ച് പറയാൻ, ആരെക്കുറിച്ച്? അള്ളാഹുവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച്, എന്റെ നാഥനെ കുറിച്ച്, ഏകനായ അള്ളാഹുവിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഖുത്ബ കഴിഞ്ഞ് നിസ്കരിക്കാൻ പോകുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവേ നിനക്കാണ് സ്തുതി. ആരാണ് റബ്ബുൽ ആലമീൻ? സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാരാണ്? റബ്ബുൽ ആലമീൻ എന്നൊരു ദിവസം 17 പ്രാവശ്യം പറയുമ്പോഴും ആരാണ് റബ്ബുൽ ആലമീൻ? മനോഹരമായിട്ട് ഇബ്രാഹിം നബി പറയാണ്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുതയിമുനീ വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ. ആരാണ് എന്റെ സർവ്വലോക രക്ഷിതാവായ, സർവചരാചരങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന എന്റെ ഖാലിഖായ അല്ലാഹു റബ്ബുൽ ആലമീൻ ആരെന്നറിയുമോ? അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് സന്മാർഗം കാണിച്ചു തന്നത്. അല്ലദീ ഖലഖനീ, എന്നെ സൃഷ്ടിച്ചത് എന്റെ അല്ലാഹുവാണ്, എന്റെ ഖാലിഖാണ്, എന്റെ റാസിഖാണ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അല്ലദീ ഖലഖനീ. ഓരോന്നായി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇബ്രാഹിം നബി അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെക്കാൾ വലിയ പ്രമേയമാണ് അല്ലാഹുവിന്റെ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രമേയം. അല്ലദീ, ആരാണ് എന്റെ റബ്ബെന്നറിയുമോ? ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവൻ എന്റെ ഖാലിഖാണ്, എന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്ത് ഏതാ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസ്വവാ. ഏകനായ പടച്ചതമ്പുരാന്റെ സ്തുതികളെ ഞാൻ വാഴ്ത്തുകയാണ്. ആരാണ് എന്റെ റബ്ബെന്നറിയുമോ? അല്ലദീ ഖലഖ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാ, അവനാണ് എന്നെ മനോഹരമായി ഡിസൈൻ ചെയ്തത് എന്റെ അല്ലാഹുവാണ്. അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. എപ്പോഴെങ്കിലും ആ ഒരു ചെറിയ സൂറത്തിന്റെ ഒരു ആയത്തിന്റെ അർത്ഥം അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല. അല്ലാഹു നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞ ഒരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനുഷ്യൻ ചിന്തിക്കാത്തതെന്താ? അല്ലാഹു ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഭൂലോകത്തുണ്ടായതെന്ന് മനുഷ്യൻ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. നമുക്കതൊരു അല്പനേരം ചിന്തിച്ചു നോക്കാം. പടച്ചവൻ നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞതാണല്ലോ. അതിനെക്കുറിച്ച് അപ്പോൾ അല്ലാഹു പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ? ചിന്തിച്ചാൽ എന്താ ഉത്തരം കിട്ടുക? അതിന്റെ ഉത്തരം അടുത്ത ആയത്താണ്. ഞാൻ പറയുന്നത് മുഴുവനും ഖുർആനാണ്. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. هل أتى على الإنسان, മനുഷ്യനെ കഴിഞ്ഞു പോയിട്ടില്ലയോ? ഹീനും മിന ദഹരി, ഒരു കാലം അവനെ കടന്നു പോയിട്ടില്ലയോ? ലം യകുൻ ശൈഅൻ മദ്കൂറാ, അവനെ കുറിച്ചൊരു വസ്തു എന്ന് പറയാൻ കഴിയാത്തൊരു കാലം കടന്നു പോയില്ലയോ? നമ്മളെ കുറിച്ചൊരു വസ്തു എന്ന് പറയാൻ പറ്റാത്തൊരു കാലമുണ്ട്. എന്റെയും നിങ്ങളുടെയും ജനന തീയതിക്ക് മുമ്പ് നമ്മൾ ആരാണ്? ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു രക്തപിണ്ഡം, അതിന് 9 മാസം മുമ്പ്. എന്റെ ജനന തീയതിക്കും 9 മാസം മുമ്പ് ഞാൻ ആരാണ്? അഹ്മദ് കബീർ വാക്കവി എന്ന് പറയുന്ന ഒരാൾ ഭൂലോകത്തിന്റെ ശൂന്യമാണ്. ലം യകുൻ ശൈഅൻ മദ്കൂറാ. അല്ലാഹു പറയാണ്, നിന്നെ കുറിച്ചൊരു വസ്തു എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെയൊക്കെ ജനന തീയതിക്കും 10 മാസം മുമ്പ് നമ്മൾ ലോകത്തൊന്നുമില്ല, ശൂന്യതയിലാണ്. എവിടെയാണ് നിങ്ങൾ? യഖ്റുജു മിൻ ബൈനി ഖുൽബി വത്തറായിബ്. ഖുർആൻ സൂറത്തു താരിഖ്. അല്ലാഹു അതിന് മറുപടി പറയും,
പറയാണ്, വാപ്പായുടെ മുതുകിന്റെ ഭാഗത്തിരിക്കുകയായിരുന്നു നീ ഒന്നുമല്ലാതെ ശൂന്യതയിലേക്ക്. ഒരല്പനേരം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇബ്രാഹിം നബി ഇതാണ് പറഞ്ഞത്, അല്ലദീ ഖലഖനി, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബ്. വാപ്പായുടെ പിതാവിന്റെ മുതുകിന്റെ താഴെ ഒരു രേതസ്കണമായിരുന്ന നിങ്ങൾ അവസാനം മാതാവിന്റെ ഗർഭാശയത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയ തുള്ളികളിൽ 20 കോടി മുതൽ 40 കോടി വരെ ബീജമുണ്ടെന്നാണ്. അതായത് 1 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ 2 കോടി മുതൽ 4 കോടി വരെ ബീജമുണ്ടാകുമെന്നാണ്. ആ ബീജം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ്. ഒരു മുട്ടു സൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത 40 കോടി ബീജങ്ങൾ പിതാവിന്റെ മുതുകിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് കടന്നു വരുന്നു. 40 കോടിയോളം വരുന്ന ബീജങ്ങൾ ഇബ്രാഹിം നബി നമ്രൂദിനോട് പറഞ്ഞതാണ്, അല്ലദീ ഖലഖനി, കഴിയുമോ നിനക്കെന്നാണ് ചോദ്യം. ആ 40 കോടി ബീജങ്ങൾ കടന്നു വന്ന് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ മുമ്പിലെത്തുമ്പോ 39,99,99,999 ബീജങ്ങളെയും പടച്ചവൻ നശിപ്പിച്ചു കളയും. അതിൽ നിന്ന് ഏറ്റവും ബലവത്തായ ഒന്നിനെ മാത്രം തിരഞ്ഞെടുത്ത് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നുവിടും. സഹോദരങ്ങളെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ മക്കളില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുക. ഡോക്ടർ പറയും കൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്ററിൽ 2 കോടിയില്ല. 1,99,000 ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും കൗണ്ട് കുറവാണ്, കൗണ്ട് കൂടണം. 1 മില്ലി ലിറ്ററിൽ 2 കോടി ബീജം വേണം. പക്ഷേ ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരെണ്ണം മതി, ഒരേ ഒരെണ്ണം മതി. ആരാണ് ഇതിന് ഉത്തരം പറയാൻ? ഏത് മെഡിക്കൽ സയൻസിനാണ് കഴിയുക? ആ 4 കോടിയോളം വരുന്ന ബീജങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു വന്ന് അത് പിന്നെ കോശങ്ങളായി വിഭജിച്ച് അതിന്റെ ഉള്ളിൽ പിന്നീട് നാം രൂപപ്പെടാൻ പോവുകയാണ് ശൂന്യതയിൽ നിന്ന്. അള്ളാഹു ചോദിക്കുകയാണ്, ഒരൊറ്റ ബീജം, അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. ഭ്രൂണശാസ്ത്രത്തിന്റെ മനോഹരമായ അവതരണം സൂറത്തുൽ ഖിയാമ. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ, ശ്രവിക്കപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് ഒരു ഭാഗമായിരുന്നില്ലേ നീ? പിന്നെ ثم كان علقة, പിന്നെ നീ ഒരു രക്തപിണ്ഡമായി, പിന്നീട് നീ ഒരു മാംസപിണ്ഡമായി, പിന്നീട് അതിന്റെ മുകളിലേക്ക് നിന്നെ ഞാൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, മാംസപിണ്ഡമായി, രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി, ഫകസൗനൽ ഇളാമ ലഹുമാ, അതിന്റെ മുകളിൽ എല്ലുകളുടെ മുകളിൽ ഞാൻ മാംസം കൊണ്ട് പൊതിഞ്ഞ് ثم അൻശഅനാഹു ഖൽഖൻ ആഖർ, ഒരു പുതിയ സൃഷ്ടിക്ക് ഞാൻ രൂപം കൊടുത്തു. ഫജഅല മിൻഹു സൗജൈനി الذكر والأنثى, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പോയതിൽ നിന്ന് ഞാൻ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചെടുത്തു. ചിലർ ആണായി, ചിലർ പെണ്ണായി മാറി. എന്നിട്ട് അല്ലാഹു പറയാൻ, ആ സൃഷ്ടിപ്പ് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ, ഗർഭധാരണ നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഉമ്മയുടെ ഗർഭാശയം പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പത്തിന് വ്യാപ്തിയാവും. അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ വളരുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമുക്ക് കൈയുണ്ടാകുന്നു, കാലുണ്ടാകുന്നു, തലച്ചോറ് വികസിക്കുന്നു. വളരുന്നതിനനുസരിച്ച് ഉമ്മയുടെ ഗർഭാശയത്തെ വികസിപ്പിച്ചതാരാ? നമ്മൾ അതിന്റെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ ഉമ്മയുടെ ഗർഭാശയം അതിനോടൊപ്പം തദാനുസൃതമായി വികസിച്ചില്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് കൈ വളഞ്ഞിരിക്കും, കാല് വളഞ്ഞിരിക്കും, മുഖം കൂടിയിരിക്കും. വളരാൻ സ്ഥലമില്ലാത്ത ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗിന്റെ ഉള്ളിൽ ഒരു സസ്യത്തെ നട്ടാൽ അതിന്റെ വേരുകൾ വളഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾ അങ്ങനെ ആങ്ങിപ്പോകുമായിരുന്നു. അള്ളാഹു അതിനെ വളർത്തുകയാണ്. ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ എന്ന് പറയുന്ന 3 ആവരണത്തിന്റെ ഉള്ളിൽ പൊതിഞ്ഞ് അല്ലാഹു നമ്മളെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ സൃഷ്ടിപ്പിനെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യഖ്ലുഖുകും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാത്ത്, 3 ഇരുട്ടറക്കുള്ളിൽ, ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാത്ത്, 3 ഇരുട്ടറക്കുള്ളിൽ. അതിന്റെ പേരാണ് ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. അതിന്റെ ഉള്ളിൽ വെച്ച് ആരാണ് ഗർഭാശയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഭക്ഷണം തന്നത്?
ഉമ്മയുടെ പൊക്കൽ കൊടിയിലൂടെ സൃഷ്ടിപ്പെന്ന് പറയുന്ന മഹാസങ്കീർണതയുടെ ഇടയിൽ നിങ്ങൾക്ക് പൊക്കൽ കൊടിയിലൂടെ ഭക്ഷണം തന്നതാരാൻ? 3 ഇരുട്ടറക്കുള്ളിൽ വെച്ചിട്ടാണ് പടച്ചവൻ നമ്മളെ ഡിസൈൻ ചെയ്തത്. ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ലോകത്ത് എത്ര ചിത്രകാരന്മാരുണ്ടായിട്ടുണ്ട്? മൊണാലിസയെ വരച്ച പിക്കാസോയും നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ചിത്രകാരനായ മലയാള പെൺകുടിയുടെ തനിമയെ സൃഷ്ടിച്ചെടുത്ത രാജാ രവിവർമ്മ പോലെയുള്ള കലാകാരന്മാരുടെ മാന്ത്രിക വിരലുകളിൽ തീർത്ത മഹാ ചിത്രവിസ്മയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പൂർണ്ണമായി വെളിച്ചം കടക്കാത്ത ഒരു ഇരുട്ടറയ്ക്കുള്ളിൽ ചിത്രം വരച്ച ഒരു ചിത്രകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? എത്ര ആളുകളുണ്ട്? ഒരു വെളിച്ചം കിടക്കാത്ത ഒരു ഇരുട്ടറക്കുള്ളിൽ മനോഹരമായ ചിത്രം വരച്ച ഒരു അത്ഭുത ചിത്രകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വെളിച്ചം കിടക്കാത്ത ഇരുട്ടറക്കുള്ളിൽ ഒരു ചിത്രകാര ചിത്രം വരച്ചാൽ ആ ചിത്രങ്ങളിൽ എത്ര ന്യൂനതയുണ്ടാകും എങ്ങനെയെങ്കിലും വരച്ചാൽ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഇരുട്ടറക്കല്ലിലല്ല, ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും പൊക്കിൾ കൊള്ളിയുടെ സുഷിരങ്ങളുടെ ഉള്ളിലൂടെ കടന്നു വരാത്ത 3 ഇരുട്ടറയുടെ ഉള്ളിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈൻ ചെയ്ത് നമ്മളെ വരച്ചു കൊണ്ടുവന്നിട്ട് ഇത്രയും സുന്ദരമായ മുഖത്തെ ഡിസൈൻ ചെയ്തു തന്ന, സുന്ദരമായ കണ്ണിനെ ഡിസൈൻ ചെയ്തു തന്ന, സുന്ദരമായ മൂക്കിനെ ഡിസൈൻ ചെയ്തു തന്ന ആ ഇരുട്ടറയ്ക്കുള്ളിൽ ഇത്രമേൽ മനോഹരമായി നമ്മളെ ഡിസൈൻ ചെയ്തിട്ട് 600 കോടിയോളം വരുന്ന ജനങ്ങളെ ഡിസൈൻ ചെയ്ത് സൃഷ്ടിച്ചിട്ട് ഒരാളുടെ മുഖം പോലെയല്ല മറ്റൊരാളുടെ മുഖം, ഒരാളുടെ കണ്ണ് പോലെയല്ല മറ്റൊരാളുടെ കണ്ണ്, ഒരാളുടെ മുഖം ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എനിക്ക് തന്നെ എന്റെ മുഖമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ മുഖമല്ല അടുത്തിരിക്കുന്ന ആൾക്ക്, ഇരുട്ടറയ്ക്കുള്ളിൽ ഇത്രയും മനോഹരമായി ആര് കണ്ടാലും അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യത്തോടെ നമ്മളെ ഡിസൈൻ ചെയ്തതാരാ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അവനാണ് ലോകത്തിന്റെ സൂപ്പർ ഡിസൈനറായ അല്ലാഹ്. അവനാണ് സൂപ്പർ ഡിസൈനറായ അല്ലാഹ്. ഈ അല്ലാഹയെ കുറിച്ച് പറയാനും അവനെ കുറിച്ച് ചിന്തിക്കാനും ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ പറയുമ്പോ കഅബയും സംസവും മാത്രമല്ല, ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. ആദ്യം ഞാൻ പറയുന്നത് അഭിനവകാലത്ത് നമ്രൂദിന്റെ മുമ്പിൽ പോയി അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ പോലെയാവാൻ നമ്രൂദേ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ച ഇബ്രാഹിം നബിയുടെ നമ്രൂദിന്റെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ച ചോദ്യമുണ്ട്. ഏകനായ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയാണ് നിങ്ങൾക്ക് കണ്ണ് തന്നതാരാ? നിങ്ങൾക്ക് കണ്ണ് തന്നതാരാ? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അല്ലാഹു എടുത്തു ചോദിച്ച അവയവമാണ് 2 കണ്ണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, പഠിക്കുന്നവരോട് ഈ കണ്ണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുരങ്ങിന് പരിണാമം ഉണ്ടായപ്പോഴാണ് മനുഷ്യനുണ്ടായതെന്ന് പറയുന്നത് ഡാർവിന്റെ തിയറിയാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം വരെയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ കുരങ്ങ് പരിണമിച്ചിട്ടാണ് മനുഷ്യനുണ്ടായതെന്ന് പറഞ്ഞ ചാൾസ് ഡാർവിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഡാർവിനെ ഉത്തരം പൊട്ടിച്ച നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം കണ്ണാണ്. ഈ കണ്ണങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന് ഡാർവിനും പറയാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൊരത്ഭുതമാണ്, മഹാത്ഭുതം. എന്റെ നിങ്ങളുടെയും കണ്ണ് ഈ കാണുന്ന ക്യാമറയുടെ ലെൻസായിട്ട് സങ്കല്പിച്ചാൽ അതിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? 160 മെഗാ പിക്സലാണ്. ഒരാപ്പിൾ കമ്പനിയും അത് കണ്ടുപിടിച്ചിട്ടില്ല. 160 മെഗാ പിക്സൽ മുമ്പിലും പാർശ്വങ്ങളിലും പുറകിലും കാണാൻ കഴിയുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഈ കണ്ണ്, ആ കണ്ണ് കിടക്കുന്നത് ഒരു ജലാശയത്തിന്റെ ഉള്ളിലാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണിനെ കുറിച്ച് അറിഞ്ഞാൽ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞു പോകും. ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനിരിക്കുന്ന നേരത്ത് തൊട്ടടുത്തിരുന്ന കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു പൈതൽ കൊച്ചുകുഞ്ഞ് നിർത്താതെ കരയുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്താണ് കുഞ്ഞ് കരയുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോ വാപ്പയും ഉമ്മയും അതിന്റെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നില്ല. ഇടനേരത്തൊന്ന് ഭക്ഷണശാലയിൽ വെച്ച് ഞാൻ അവരോട് ചോദിച്ചു, എന്തേ കുഞ്ഞിങ്ങനെ കരയുന്നതെന്ന്. അവര് പറഞ്ഞ മറുപടി, നിങ്ങൾ എന്തുകൊണ്ടാ കുഞ്ഞിന്റെ കരച്ചിൽ അടക്കാൻ ശ്രമിക്കുന്നില്ല? അവര് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ കുട്ടിയെ കാണിക്കാൻ ഞങ്ങൾ വന്നതാണ്. ഞങ്ങളുടെ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവന് കരഞ്ഞാൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന ഹോർമോണില്ല. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന
ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. കരയുന്ന നേരത്ത് കണ്ണുനീര് വരാത്തത് കൊണ്ട് കണ്ണിന്റെ ഉൾഭാഗം ഡ്രൈ ആകും. കൃഷ്ണമണിയിലേക്ക് ഇത് തട്ടിയിട്ട വേദന കൊണ്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, കരയുന്ന നേരത്ത് കവിൾത്തടത്തിലൂടെ ഒളിച്ചു വരുന്ന കണ്ണുനീര് പോലും പടച്ചവന്റെ അനുഗ്രഹമാണ്, ഖാലിഖായ റബ്ബിന്റെ അനുഗ്രഹമാണ്. നമ്മൾ പറയില്ലേ അല്ലാഹുവേ കരഞ്ഞു കരഞ്ഞു മടുത്തു. അല്ല, കരയുന്ന നേരത്ത് ഈ കണ്ണുനീര് കവിൾത്തടത്തിൽ വരുന്നുവെങ്കിൽ അതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ആ കണ്ണുനീര് വന്നില്ലെങ്കിൽ കണ്ണ് വേദന എടുത്തിട്ട് വീണ്ടും നമ്മൾ കരയും. ഈ കവിൾത്തടത്തിലൂടെ കഥനത്തിന്റെ പര്യായമായി വരുന്ന കണ്ണീര് പോലും അല്ലദീ ഖലഖനി സൃഷ്ടിച്ച സമയത്തിന്റെ റബ്ബ് കണ്ണിൽ വെച്ച ഔദാര്യമാണെന്നിരിക്കെ കബ്സെ കടീഹ യാ റബ്ബ് ഉമീദ് കെ സഹാറെ, കരഞ്ഞ് കരഞ്ഞ് തളർന്നെന്ന് പറയാനല്ല. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് കണ്ണ് തന്നില്ലേ? പടച്ചോൻ എടുത്തു ചോദിച്ചത് കൊണ്ട്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അല്ലദീ ഖലഖനി ഖാലിഖായ റബ്ബിനെ കുറിച്ച് സംസാരിക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ കണ്ണ് അതൊരു മഹാത്ഭുതമാണ്. ഈ ലോകത്തിനെ കണ്ടുമുട്ടിച്ച കണ്ണ്, ആ കണ്ണിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. മരിച്ചു കഴിഞ്ഞ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ ഉള്ളിൽ മൂടുപലക വെച്ച് മണ്ണുമിട്ട് മൈലാഞ്ചി ചെടിയും വെച്ച് തിരിച്ചു വന്ന് 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ശരീരത്തിൽ ആദ്യം അഴുകുന്നതും കണ്ണാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആദ്യം വേർപെട്ട് അഴുകി പോകുന്നത് കണ്ണാണ്. അഴുകുന്നതാണ് ഒരു 3 ദിവസം കൊണ്ട്. സുഹൃത്തേ നിനക്കുള്ള നയനം 2, ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ആദ്യം അഴുകുന്നത് കണ്ണാണ്, അത്ഭുതപ്പെടുത്തിയതും കണ്ണാണ്. കണ്ണൊരു മഹാത്ഭുതമാണ്. അതുകൊണ്ടാണ് റബ്ബ് ചോദിച്ചത് അലം നജ്അൽ ലഹു ഐനൈൻ. ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി നമ്രൂദിനോട് പറഞ്ഞത് ഖാലിഖായ റബ്ബിനെ കുറിച്ചാണ്. എന്റെ നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഉള്ളിലെ മുഴുവൻ ഞരമ്പുകളും ഈ മൈക്കിന്റെ കോട് വയറ് പോലെ ചേർത്ത് വെച്ചാൽ അതിന്റെ നീളം എത്രയെന്നറിയുമോ? 74 കിലോമീറ്ററാണ്. എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും കൂട്ടിവെച്ച് അതിന്റെ ഒരറ്റം ഈ മണക്കാട് പള്ളിയുടെ മുറ്റത്ത് വെച്ചാൽ അത് 74 കിലോമീറ്റർ അകലെ കൊല്ലം ടൗൺ വരെ നീളമുണ്ടാകും. എന്റെ ശരീരത്തിലെ ഞരമ്പിന് 74 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ ഞരമ്പ് ഒരു റബ്ബർ പന്ത് ചുറ്റിവെക്കുന്നത് പോലെ എന്റെ ശരീരത്തിൽ ചുറ്റിവെച്ചിട്ട് ഇന്നേ വരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഇതിന്റെ ഖാലിഖാരാണ്. നിങ്ങൾ മറുപടി പറയൂ. ഒരു കൊതുകിന്റെ ചിറക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ദൈവങ്ങളാണോ? അതല്ല ഞാനാണോ ഇതിനെ സൃഷ്ടിച്ചത്? നമ്മൾ നമ്മുടെ ഗാർഡൻ അടയ്ക്കാൻ വേണ്ടി 10 മീറ്റർ നീളമുള്ള ഒരു ചെറിയ പൈപ്പ് കൊണ്ടുപോയാൽ ഒരു മരത്തിന് ചുറ്റി വന്നത് മടങ്ങിപ്പോയാൽ പിന്നെ വെള്ളം സർക്കുലേഷൻ ഇല്ല. കഴിഞ്ഞ 10-45 വർഷമായി എന്റെ ശരീരത്തിൽ 74 കിലോമീറ്റർ നീളമുള്ള ഈ ഞരമ്പുകളെ റബ്ബർ പാൻഡ് ചുറ്റിവെച്ചിരിക്കുന്നത് പോലെ ചുറ്റിവെച്ചിട്ട് ഇന്നേ വരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല. ആരാണ് ഇതിന്റെ ഖാലിഖ്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്റെ ഹൃദയം ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. അതിന്റെ പേരാണ് ഹൃദയം. 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ് അത് മിടിക്കുന്നത്. 0.34 സെക്കൻഡാണ് വിശ്രമ സമയം. 1 മിനിറ്റിൽ 72 പ്രാവശ്യം അത് ക്രമാനുഗതമായി വിളിക്കുന്നുണ്ട്. ഈ 10-40 വർഷമായി അത് ഇതേവരെ ഒരേ ബാലൻസിൽ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത് തന്നത്? നിങ്ങൾക്ക് ഞാൻ തുടി കൊട്ടുന്ന ഹൃദയത്തെ തന്നില്ലേ? ആരുടെ പേരിലാണ് നമ്മൾ ഈ ഊറ്റം കൊള്ളുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നമ്രൂദിന്റെ മുമ്പിലെ ആദ്യത്തെ പ്രസംഗം അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ പരിപാലിച്ചത്, അവനാണ് ഈ ശരീരത്തെ മുഴുവൻ തന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇത്രമേൽ മനോഹരമായി ഈ ശരീരത്തെ ഇതിനെ താളാത്മകമായി കൊണ്ടുപോകുന്നതാരാണ്? ഇന്നേ വരെ ഒരു പുരുഷന്റെ ശരീരത്തിൽ 5 ലിറ്റർ രക്തമുണ്ട്. നമ്മളൊക്കെ മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം കാണാം. ഈ മുതുകിന്റെ ഭാഗത്തായി താഴ്ഭാഗത്ത് 8 ഗ്രാം തൂക്കമുള്ള 10 ഗ്രാമോളം വ്യാസമുള്ള ഒരു ബദാം പരിപ്പിന്റെ ആകൃതിയുള്ള ഒരു ചെറിയ അവയവമുണ്ട്. അതിന്റെ പേരാണ് വൃക്ക.
ഒരു ശരീരത്തിൽ ഏതാണ്ട് ഒരു ദിവസം 1400 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണം വൃക്ക വർക്ക് ചെയ്യണമെങ്കിൽ. ആ 1400 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണമെങ്കിൽ 350 ലിറ്റർ രക്തം ഒരു ദിവസം നമ്മുടെ വൃക്കയിലൂടെ കറങ്ങിപ്പോണം. ഏറ്റവും സങ്കീർണമായ ചോദ്യം, 350 ലിറ്റർ രക്തമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിലാകെയുള്ള രക്തം 5 ലിറ്റർ. പുരുഷന്റെ ശരീരത്തിൽ 5 ലിറ്റർ, സ്ത്രീ ആണെങ്കിൽ 4.5 ലിറ്റർ. 5 ലിറ്റർ രക്തം 350 പ്രാവശ്യം ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ വൃക്കയിലൂടെ കയറി ഇറങ്ങി നടന്നാലേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ രക്തത്തിന്റെ ചംക്രമണം ഉണ്ടാവൂ. ഇതിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉയർന്നിരിക്കുമ്പോഴും എന്റെ വൃക്കയിലൂടെ ഈ രക്തത്തിന്റെ പ്രവാഹം നടത്തിയ റബ്ബേ, നിന്റെ മുമ്പിലല്ലേ ഞാൻ 5 നേരം സുജൂദ് ചെയ്യേണ്ടത്, നിനക്കല്ലേ ഞാൻ നമസ്കരിക്കേണ്ടത്. ആ വൃക്കയ്ക്ക് ഇതേവരെ നമ്മളൊരു കിർലോസ്കറിന്റെ മോട്ടർ ചാലയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ 2 വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ അമിത പ്രവർത്തനം കൊണ്ട് കോയില് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ മോട്ടോർ തകരാറിലാവും. 10-40 വർഷമായി 5 ലിറ്റർ രക്തത്തെ 350 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് എന്റെ വൃക്ക ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസവുമില്ല. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? അവനാണ്. ആ അല്ലാഹുവിനെ കുറിച്ചാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്റെ സൃഷ്ടാവ്. അവന്റെ മുമ്പിലല്ലാതെ ഞാൻ എന്നെ നെറ്റിത്തടം വെക്കില്ല, അവന്റെ മുമ്പിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖാലിഖായ റബ്ബിനെ, റാസിഖായ റബ്ബിനെ, അത് മാത്രമല്ല അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ പ്രസംഗം അതാണ്. അവനാണ് എനിക്ക് സന്മാർഗം തന്നത്. സൃഷ്ടാവായാൽ മാത്രമല്ല, ആ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് ഹിദായത്ത് തന്നതും എന്റെ അല്ലാഹുവാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദ് ചെയ്ത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, പടച്ചവനെ എന്റെ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ എന്ന് മരിക്കുന്നത് വരെ തൗഹീദിന്റെ ഉപാസകനായി റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഫഹുവ യഹ്ദീൻ, അവൻ എനിക്ക് സന്മാർഗവും തന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. ഖാലിഖായ റബ്ബിനെ തിരിച്ചറിയുന്ന സന്മാർഗം തന്നതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മളെ ആ ഹിദായത്തിൽ തന്നെ അള്ളാഹു ജീവിപ്പിക്കുകയും ഹിദായത്തിൽ തന്നെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.